ഹരിദ്വാറിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലേ? എന്തുകൊണ്ടാണ് ഹരിദ്വാറിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്തത്? അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. അതായത് ഹരിദ്വാർ എന്ന് പറയുന്ന പുണ്യഭൂമിയിലേക്ക് അഹിന്ദുക്കൾ പ്രവേശിക്കരുത് എന്ന് ഒരു ബോർഡ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാപകമായിട്ട് സുഡാപ്പികളും അന്തംകമ്മികളും ഒരു പോസ്റ്റ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ വസ്തുത എന്താണ്? അതിനെപ്പറ്റി ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതിൻ്റെ വസ്തുത ഇതാണ്. അതായത് ഹരിദ്വാറിലെ ചില ഘാട്ടുകളിൽ, ചില ക്ഷേത്രങ്ങളുടെ പ്രദേശത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലെന്തോ വലിയ മതേതരത്വത്തെ തകർക്കുന്ന എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ പറയുന്ന വലിയ വിദ്വേഷ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു, ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹർക്കി പൗരി എന്ന് പറയുന്ന ഘാട്ടുകൾ ഉൾപ്പെടെയുള്ള ഘാട്ടുകളിൽ തുടങ്ങുന്ന അവിടുത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഈ ഘാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് മലയാളികൾക്കറിയില്ല. നമ്മുടെ ഇവിടെ ഘാട്ടുകളില്ല, സ്നാനഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്നാനഘട്ടങ്ങളെ എല്ലാം തന്നെ നമ്മൾ ഉപേക്ഷിച്ചു, നമ്മുടെ ധർമ്മത്തെ ഉപേക്ഷിച്ചതുപോലെ അതിനെയും ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഉത്തരേന്ത്യയിലെ ആത്മാഭിമാനമുള്ള സനാതന ധർമ്മികൾ ഇതിനെയൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. അവർ കൃത്യമായിട്ട് അവരുടെ വിശ്വാസത്തെ, ആചാരത്തെ നിലനിർത്തി പോരുന്നു. അവർക്ക് സ്നാനം എന്ന് പറയുന്നത് കയ്യിൽ ജലമെടുത്ത് അത് സൂര്യബിംബത്തെ നോക്കിക്കൊണ്ട് ഭൂമിക്ക്, ദേവിക്ക്, അതുപോലെ തന്നെ സൂര്യന്, ഭഗവാന്, വായുവിന്, പഞ്ചഭൂതാത്മകരായ എനിക്കുൾപ്പെടെ എല്ലാവർക്കുമായി സ്വയം അർപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതാണ് സന്ധ്യാവന്ദനം എന്ന് പറയും, അത് ഗംഗാവന്ദനം എന്ന് പറയും. ഇത്തരത്തിലുള്ള സനാതന മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടാണ്, ആ ജലത്തിനോടുള്ള സ്മരണ ചെയ്തുകൊണ്ടാണ് ജനങ്ങൾ അവിടെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. നമ്മൾ നിളയെ നശിപ്പിക്കും, പെരിയാറിനെ നശിപ്പിക്കും, നമ്മുടെ പുണ്യനദികളെ എല്ലാം തന്നെ നമ്മൾ ഇല്ലാതാക്കും എന്നുള്ളതാണ് നമ്മളുടെ സ്വഭാവം. അവിടുന്ന് മണലൂറ്റുക, അവിടെ വേസ്റ്റ് കൊണ്ട് തള്ളുക, അതിൻ്റെ ചുറ്റും റിസോർട്ടുകൾ സ്ഥാപിച്ച് അതിനെ നശിപ്പിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. ഇല്ലെങ്കിൽ ഫ്ലാറ്റുകൾ പണിയുക, ഇതൊക്കെയാണ് മലയാളികൾ ചെയ്യുന്നതെങ്കിൽ ഉത്തരേന്ത്യയിലുള്ള മഹാസന്യാസിമാരുൾപ്പെടെയുള്ള സമൂഹം ഇവയെല്ലാം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ഘാട്ടുകൾ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ, ഇല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഘാട്ടുകളാണ് ഗംഗയിലുള്ളത്. ലോകത്തിലെ ആദ്യ നഗരമായ വാരാണസിയിലൊക്കെ ഇന്നും പോയാൽ നമുക്കതെല്ലാം കാണാൻ കഴിയും. ഈ ഘാട്ടുകളിലെല്ലാം തന്നെ വലിയ ചരിത്രമുണ്ട്, വിശ്വാസമുണ്ട്. അവിടുത്തെ ഓരോ ചുവരുകളും ഓരോ ഗലികളും ഭഗവാന്റെ കഥകൾ പറയുന്ന സ്ഥലങ്ങളാണ്. നമ പാർവതി പതയേ ഹര ഹര മഹാദേവ് എന്ന് മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഓരോ ഭക്തനും ആ വഴികളിലൂടെ നടക്കുന്നത്. പവിത്രമായ ഭൂമിയായിട്ടാണ് കാശിനാഥൻ്റെ ആ ഭൂമിയെ കാണുന്നത്. അതുപോലെയാണ് ഹരിദ്വാർ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ഘാട്ടുകളിൽ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല. കാരണം അവിടെ മതപരമായ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഘാട്ടുകളിലെല്ലാം തന്നെ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പ്രദേശത്ത് പവിത്രമായിട്ടാണ് അവർ കാണുന്നത്. അവിടെ ഈ കൂവളം ഉണ്ടാവും. ആ കൂവളത്തിൽ ചുറ്റും അവർ പ്രദക്ഷിണം ചെയ്യും. അവിടെ തുളസി ഉണ്ടാകും. അതിന് എന്താ ചെയ്യുന്നത്, തീർത്ഥം കൊണ്ട് ഈ പറയുന്ന തീർത്ഥാഭിഷേകം നടത്തും. അങ്ങനെയൊക്കെയാണ് അവിടെ ഓരോന്നിനെയും അവർ എല്ലാം, ഒന്നും നമുക്ക് അന്യമല്ല, എല്ലാം ഈശ്വരനാണ്. പണ്ട് ക്ഷേത്രങ്ങൾ തകർത്താൽ, ഞാൻ മൂർത്തിയെ പൂജിച്ചപ്പോൾ നീ എൻ്റെ മൂർത്തിയെ തകർത്തു, എൻ്റെ ക്ഷേത്രത്തെ തകർത്തു. ഞാൻ വൃക്ഷങ്ങളെ ആരാധിക്കുന്നുണ്ട്, ഞാൻ സസ്യങ്ങളെ ആരാധിക്കുന്നുണ്ട്, ഞാൻ സൂര്യനെ ആരാധിക്കുന്നുണ്ട്. നിനക്ക് തകർക്കാൻ കഴിയുമോ സൂര്യനെ? സൂര്യൻ എൻ്റെ ദേവനാണ്. എൻ്റെ ദേവനെ നിങ്ങൾക്ക് എങ്ങനെ തകർക്കാൻ കഴിയും? വായു എൻ്റെ ദേവനാണ്, ജലം എൻ്റെ ദേവനാണ്, അഗ്നി എൻ്റെ ദേവനാണ്, പൃഥ്വി എൻ്റെ ദേവനാണ്. ഇതിനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച ഒരു പഴയ ചോദ്യമുണ്ട്. അതുപോലെയാണ് ആ ചോദ്യത്തിൽ ഉൾപ്പെടുന്നതാണ് ഇതെല്ലാം. ഉത്തരേന്ത്യയിലെ ഈ ഘാട്ടുകളിലെല്ലാം തന്നെ ആരാധിക്കപ്പെടുന്നത് ഈശ്വരനാണ്. അവിടെ ആ ഘാട്ടുകൾ ഈശ്വരനാണ്, ആ ജലം ഈശ്വരനാണ്, അവിടുത്തെ ഈ പറയുന്ന എല്ലാ നിർമ്മിതികളും, അവിടുത്തെ ഓരോ മൺതരിയും ദൈവമാണ്, ഈശ്വരനാണ് എന്ന് കണക്കാക്കിക്കൊണ്ടുള്ള വിശ്വാസം നിലനിൽക്കുന്ന പ്രദേശത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് 1916 വന്നത്. ഹരിദ്വാർ മുനിസിപ്പൽ ആക്ട് പ്രകാരമാണ് അങ്ങനെ ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചത്. അതിനുശേഷം എത്ര സർക്കാരുകൾ വന്നു? അവരാരും അത് മാറ്റിയില്ലല്ലോ. കോൺഗ്രസ് അധികാരത്തിലിരുന്നില്ലേ? ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ളവരാണ് അതിനെതിരെ വലിയ മുദ്രാവാക്യവുമായിട്ട് എത്തുന്നത്. അതിനെ കാരണം പറയട്ടെ, ഇവരാരും മാറ്റാത്തതിന് കാരണം ആ ഭൂമി പവിത്രമാണെന്നറിയാം. നമുക്കിവിടെ ക്ഷേത്രങ്ങളല്ലാതെ അത്തരം ഭൂമിയെ, അതായത് മഹാധാമങ്ങൾ എന്ന് പറയുന്ന പ്രദേശങ്ങളുണ്ട്, ആ പ്രദേശങ്ങളെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വിശുദ്ധ ധാമമാണ് നമുക്ക് ഹിമാലയം. ഹിമാലയത്തിലേക്ക് മാംസം കൊണ്ടുപോകാൻ കഴിയില്ല. ഹിമാലയത്തിൽ മദ്യത്തിന് പ്രവേശനമില്ല. ഹിമാലയത്തിൽ ഈ പറയുന്ന മറ്റൊരു തരത്തിലുള്ള പ്രവൃത്തികളും ചെയ്യാൻ കഴിയില്ല. അവിടെ അത് വിശുദ്ധമായിട്ടുള്ള, വളരെ പരിശുദ്ധമായ ഈശ്വരൻ്റെ കേദാരങ്ങളാണ്. കേദാർനാഥ്, ബദ്രീനാഥ്, അമർനാഥ് തുടങ്ങിയ പ്രദേശങ്ങൾ അതെല്ലാം തന്നെ സ്വയം ഈശ്വരനാണ്. ഹിമാലയം തന്നെ സ്വയം ഈശ്വരനാണെന്നുള്ളതാണ്.
കൈലാസ മാനസരോവര യാത്രയിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും. അവിടേക്കും ഈ പറയുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല. മാംസാഹാരം, മദ്യം തുടങ്ങിയവയൊന്നും ആ പ്രദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. ഇവിടെ ഈ കിടന്ന സുഡാപ്പികൾ കിടന്ന് കുരയ്ക്കുന്നുണ്ടല്ലോ, മതേതരത്വം വേണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് മതേതരത്വമാണ് മക്കയിലും മദീനയിലും പോകുമ്പോൾ ഉള്ളത്? മക്കയിലും മദീനയിലേക്കും ഹിന്ദുവിന് പ്രവേശനമില്ല, ഒരിക്കലും കൊണ്ടുപോകില്ല. അവിടേക്ക് കടന്നു പോകാൻ കഴിയില്ല. നിശ്ചിത ദൂരം കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ മക്കയിലും മദീനയിലും ഹിന്ദുക്കൾ പ്രവേശിക്കുന്നത്. കേരളത്തിലും അടക്കം പള്ളികളിലുണ്ടല്ലോ, നമസ്കാരമില്ലാത്തവർ പള്ളിയിൽ കയറരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ? നിസ്കരിക്കാത്തവർ പള്ളി കയറരുത്, അവിടെ നിസ്കരിക്കുന്നവർ മാത്രമേ കയറാവുള്ളൂ. അപ്പോൾ അതായത് അമുസ്ലിങ്ങൾ കയറരുത് എന്ന് അവരെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുവിൻ്റെ വിശ്വാസമാണ് ഈ പ്രദേശങ്ങൾ, അതെല്ലാം തന്നെ മഹാധാമങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്, വിശുദ്ധ ധാമങ്ങളാണ് അതെല്ലാം. ആ പ്രദേശത്തേക്ക് നമ്മൾ ഈ പറയുന്ന മറ്റ് രീതിയിലുള്ള ജീവിതശൈലിയുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തെ അത് ബാധിക്കും. അതുകൊണ്ടാണ് അവിടേക്ക് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്. അത് ശ്രീഗംഗാ സഭയുടെ നേതൃത്വത്തിൽ ആ ബോർഡുകൾ ഒന്ന് വൃത്തിയാക്കി വീണ്ടും സ്ഥാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മദൻ മോഹൻ മാളവിയൊക്കെ സ്ഥാപിച്ച സംഘടനയാണ് ശ്രീഗംഗാ സഭ എന്ന് പറയുന്നത്. നമ്മുടെ ഗംഗയും വാരാണസിയും ഒക്കെ എന്ത് മലീമസമായിട്ടാണ് കിടന്നിരുന്നത്, എന്ത് വൃത്തികേടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം ഇപ്പോൾ ക്ലീനായില്ലേ? എന്ത് മനോഹരമായ നഗരങ്ങളായത് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് വന്നതാണ്. ഇതിനു മുൻപ് എത്രയോ വർഷങ്ങൾ പലരും ഭരിച്ചില്ലേ ഇവിടെ. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ കിടന്നാൽ മതി എന്ന് ചിന്തിച്ചിരുന്നു അവർ അന്ന്. എന്നാൽ ഇന്നത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സനാതനധർമ്മത്തിൻ്റെ മഹത്തായ പ്രദേശങ്ങളെല്ലാം പുണ്യഭൂമികളായി സംരക്ഷിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഈ പറയുന്ന മാംസ കച്ചവടം ചെയ്യാൻ കഴിയില്ല, അവിടെ ഈ പറയുന്ന പോലത്തെ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്താൻ കഴിയില്ല, ഈ പറയുന്ന മദ്യം വിൽക്കാൻ കഴിയില്ല. അതിനൊക്കെ റെസ്ട്രിക്ഷനുണ്ട്, നിയന്ത്രണമുണ്ട്. കാരണം ഇതൊക്കെ ക്ഷേത്രമാണ്, ഇതെല്ലാം ക്ഷേത്രമാണ് എന്നുള്ളതാണ്. അവിടുത്തെ ഓരോ ഗിലികളിലും ഭഗവാനെ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. വൃന്ദാവനവും ഇതുപോലുള്ള പ്രദേശമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലകൾ നടന്ന ആ പ്രദേശത്തിലും ശരി തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വസ്തുവുമായി ചെല്ലാൻ കഴിയില്ല. ഈ പ്രദേശങ്ങളിൽ വാരാണസിയിലായാലും ഗംഗയിലായാലും മധുരയിലായാലും ഒക്കെ നിങ്ങൾക്ക് ചെന്നാൽ കാണാൻ കഴിയും. അവിടെ ദണ്ഡ നമസ്കാരം ചെയ്യുന്ന ആൾക്കാർ, ദണ്ഡ നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കിടന്ന് നമസ്കരിക്കും, നമസ്കരിച്ചിട്ട് ആ കിടന്നതിന് വന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്തേക്ക് വീണ്ടും ചെന്ന് വീണ്ടും നമസ്കരിക്കുക. അതായത് പൂർണ്ണമായി ആ ഭൂമിയെ ആകെ നമസ്കരിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും. അതിന് ചുറ്റും നമസ്കരിക്കുകയാണ്, വൃന്ദാവനത്തിന് ചുറ്റും. അങ്ങനെ പരമഭക്തിയോടുകൂടി രാധേ രാധേ എന്ന് ജപിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ആ പ്രദേശത്തുള്ളത്. അവിടേക്ക് എങ്ങനെയാണ് ഒരു ഇതര മതസ്ഥർക്ക് കടന്നു ചെല്ലാൻ കഴിയുക? അവർക്ക് എങ്ങനെയാണ് ഈ ജീവിതശൈലിയിൽ നിന്ന് വിട്ട് മാറിയുള്ള ഒരു ആൾക്ക് അവിടേക്ക് ചെല്ലാൻ കഴിയുക? നമ്മുടെ ഗുരുവായൂരും അതേ നിയമം തന്നെയാണുള്ളത്. ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതി കൊടുക്കണം, അതായത് ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ്, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, ഞാൻ ആ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെല്ലാം തന്നെ പാലിക്കാം. ഇത് എഴുതി കൊടുക്കാതെ നിങ്ങൾക്ക് അതിനകത്ത് കയറാൻ കഴിയില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അത് തന്നെയാണ്. അത്തരത്തിലുള്ള നിബന്ധനകൾ അവിടെ ഉണ്ട്. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അത് ആചാരത്തിൻ്റെ ഭാഗമാണ്, ഇത് ഹിന്ദുവിൻ്റെ സ്വാഭിമാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവിടേക്ക് പ്രവേശനത്തിന് പരിമിതികളുള്ളത്. അല്ലാതെ ഒരു നഗരത്തിലേക്ക് ആർക്കും പ്രവേശനം വിലക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഹിമാലയത്തിൽ പോകാം, ഹിമാലയത്തിൽ പോകുമ്പോൾ വ്രതം പാലിച്ച് ചിട്ടയോടുകൂടി ശുദ്ധിയായിട്ട് വേണം പോകാൻ. അവിടെ മദ്യപിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല, അവിടെ മാംസം കഴിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല, അവിടെ മാംസം കൊണ്ടുപോകാൻ കഴിയില്ല, മദ്യം കൊണ്ടുപോകാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും അവിടെ നടത്താൻ കഴിയില്ല. കാരണം അത് പവിത്രമായിട്ടുള്ള ഭൂമിയാണ്. ഇങ്ങനെയാണ് ഓരോ വിശ്വാസത്തിൻ്റെ ഭാഗം. അതുകൊണ്ട് ഈ നാട്ടിൽ അതിനെ ബഹുമാനിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതിനെ ബഹുമാനിക്കാത്തവർ അവിടേക്ക് പോകണ്ട. ശബരിമലയുടെ കാര്യത്തിലും ഇതല്ലേ പറഞ്ഞത്? ശബരിമലയിൽ ആരാണ് പോകുന്നത്? വിശ്വാസികളാണ് പോകുന്നത്. വിശ്വാസികൾ അവിടുത്തെ ആചാരം പാലിക്കും, അവിശ്വാസികൾ ആചാരം പാലിക്കില്ല. അവിശ്വാസികൾ എന്തിനവിടെ പോകണം? അവർക്കത് പോകേണ്ട കാര്യമില്ല. ഒരു യുക്തിവാദിയാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കില്ല. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അയാൾക്ക് വിശ്വാസമില്ല. കാഴ്ച കാണാനുള്ള മ്യൂസിയങ്ങളല്ല ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. ക്ഷേത്രം എന്ന് പറയുന്നത് അത് പരമപവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് അവിടെ സന്ദർശിക്കുന്നതിനേക്കാൾ അവിടുത്തെ ആചാരം നിരന്തരമായി പാലിക്കപ്പെടണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കോവിഡ് കാലത്ത് അറിയാമെന്നുള്ളത്. ക്ഷേത്രങ്ങൾ തുറന്നു, ആരോടും അവിടെ ചെല്ലരുതെന്ന് പറഞ്ഞു. കാരണം അവിടെ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ നട അടച്ചിടാൻ കഴിയില്ല. നിത്യപൂജയുള്ള ക്ഷേത്രങ്ങളുണ്ട്, ആ ക്ഷേത്രങ്ങളുടെ നട അടയ്ക്കാൻ കഴിയില്ല. ആ നട അടച്ചിട്ട് പൂജ മുടക്കാൻ കഴിയില്ല. അങ്ങനെ പൂജ മുടങ്ങിക്കഴിഞ്ഞാൽ ദേശത്ത് അനർത്ഥങ്ങളുണ്ടാകും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ, നിലനിൽപ്പിൻ്റെ, നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ, നമ്മളുടെ സ്വത്വത്തിൻ്റെ അടിസ്ഥാനമാണ് ആ വിശ്വാസങ്ങൾ. ആ പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് ഈ പ്രദേശത്തേക്ക്
അഹിന്ദുക്കൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊരു സർക്കാരുകൾ മാറ്റിയിട്ടില്ല, ഇനിയും ആരും മാറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അഹിന്ദുക്കൾ പോകാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അല്ലാത്ത കാട്ടുകളുണ്ടല്ലോ, എല്ലാവർക്കും പോകാമെന്നുള്ള കാട്ടുകളുണ്ടല്ലോ, ആ കാട്ടുകളിൽ പോകാം. ഈ ക്ഷേത്രങ്ങളില്ലാത്ത മറ്റ് കാട്ടുകളുണ്ട്, ആ കാട്ടുകളിലേക്ക് പോകാം. അല്ലാതെ ഈ പറയുന്ന, അതുകൊണ്ട് തന്നെ ഗംഗയും പവിത്രമാണ്, ഗംഗയും ദേവിയാണ്, യമുനയും ദേവിയാണ്. യമുന എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളാൽ നിറഞ്ഞിരിക്കുന്ന തീരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യമുനയും ആ ഗംഗയും ഈ പറയുന്ന ഹരിദ്വാറും ഋഷികേശും കേദാർനാഥും വാരാണസിയും എല്ലാം തന്നെ സംരക്ഷിക്കപ്പെടേണ്ട ഇടങ്ങളാണ്, പരിശുദ്ധമായി നിലനിർത്തേണ്ടതാണ്. അത് ഹിന്ദുക്കൾ അങ്ങനെ തന്നെ തുടരും, അതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനുള്ളിലേക്ക് എത്തും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അത് അമർത്തുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിൻ്റെ പുതിയ ആധ്യാത്മിക ചാനലായിട്ടുള്ള പുണ്യം എന്ന ചാനലും, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യ ലൈവിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുണ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മറുപടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.